എനിക്ക് അങ്ങോട്ട് പോകണം, വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം. എങ്ങടെങ്കിലും പോയാ മതി. ഉറക്കം വന്നില്ല. ശരി, എന്താണ് ടേസ്റ്റ്? പച്ച പോയ ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ശരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ സമയം ഏകദേശം എത്ര മണിയാടാ? ഏകദേശം 12:30 കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങള് റോട്ടിൽ കൂടെ നടക്കാൻ ഇറങ്ങിയത്. നമ്മുടെ പുറകിൽ ഒരു ജബലത്ത് മല നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് അതിലൊരു ചെറിയൊരു പൊട്ട് മാത്രമുണ്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞിരിക്കണത്. അത് നമ്മുടെ വീടിന്റെ പുറകിൽ ജഫലവത്ത് മലയാണ്. നമുക്ക് ഒരു ദിവസം പോയി അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. ഞങ്ങൾ അന്ന് ഒരു പ്രാവശ്യം ചെയ്തിട്ട് അല്ലേ, ഒരു പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ട് അത് നമ്മൾ ആ വീഡിയോ ഇട്ടില്ല, നമുക്കത് എടുക്കാൻ പറ്റിയില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട്. ഭയങ്കര രാത്രിയാണ്. ഇനി പോകുമ്പോ ഒരു 6 മണി ടൈമിലൊക്കെ പോയിട്ട് ആ ടൈമും രാത്രിയുള്ള ടൈമും എങ്ങനെയൊക്കെയാണെന്നൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിരിക്കണേ. അതായത് നമ്മുടെ വീടിന്റെ പുറകുവശത്തൂടെയാണ് നടക്കണത്. ഇല്ലത് അവിടെ ഒരു ബർഗറിന്റെ ഷോപ്പൊക്കെ ഉണ്ടാകും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ സമയത്ത് വെച്ചാൽ വണ്ടികളാണ് അത്യാവശ്യം സ്പീഡിലായിരിക്കട്ടെ പോണത്. പിന്നെ ഇല്ല വരുന്നത് ഒരു ഇവിടുത്തെ ടാക്സി കാറാണ് കേട്ടോ വരുന്നത്. അത് നമ്മുടെ നാട്ടിലൊക്കെ നോക്കി ശരിക്കും പോലീസിന്റെ വണ്ടിയാണെന്നൊക്കെ വിചാരിക്കുള്ളൂ. ഇതൊരു ടാക്സി കാറാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആദ്യമൊക്കെ പേടിച്ചു വരുന്നുണ്ട്, ടാക്സി അടിയെന്ന് പറയും. അപ്പൊ നൈറ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കമൊന്നും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസം ഉറങ്ങുമ്പോ ഒരു 3 മണി വെളുപ്പിന് 3 മണിയൊക്കെ ആവും. ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് 3 മണിയാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കിട്ടാനുള്ള ജോബൊന്നും ആയിട്ടില്ല, അതിന്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും ഞങ്ങളിവിടെ കളിച്ചിരിച്ച് നടക്കണേ. ശരിക്കും പറഞ്ഞാൽ ടെൻഷനാണ്. പിന്നെ ഈ പുല്ലിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാ നനഞ്ഞ് കിടക്കണേണ്ടാ ഈ കാണുന്നത്. കാര്യം ഇവിടെ ഇത്ര ടൈം കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കും. ഇവിടുത്തെ ഗവൺമെന്റ് ശരിക്കും അത്രയും ഇവിടുത്തെ പച്ചപ്പൊക്കെ നല്ലോണം കയറിയുണ്ട് കേട്ടോ ഇവര്. ഇപ്പൊ ഇതേ കണ്ടത് ഈ പൈപ്പ് കണ്ടാ, ഈ പൈപ്പാണ് ശരിക്കും ഇതിന് വെള്ളം കൊടുക്കുന്നത്. ഇത് നിൽക്കിക്കഴിഞ്ഞാൽ ശരിക്കും താഴത്തോട്ട് പോകട്ടെ, കാണിച്ചു തരാം. കണ്ടാ നേരെ താഴത്തോട്ട് വേണ്ട, അത് പൊങ്ങി വന്നിട്ടാണ് ആ വാട്ടർ എല്ലാം വന്ന് ഇതിനകത്ത് ഇത് നനക്കണത്. അപ്പുറത്തോട്ട് കിടക്കാൻ. അതെ, വണ്ടി വന്നിട്ട് കേട്ടാ. വണ്ടി നല്ല സ്പീഡിലാണ് ഇവിടുന്ന്. ശരിക്കും കുറവായതുകൊണ്ട് പിന്നെ അത് പാതിരാത്രി ആയതുകൊണ്ടും പിന്നെ ഇത് നോക്കിയാൽ റോഡിന്റെ നടുക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിലെ ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്ന് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ശരിക്കും പകല് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ശരിക്കും നൈറ്റാണ് അല്ലെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തിറങ്ങി നടക്കണതും എല്ലാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഇപ്പൊ ഒരാണും പെണ്ണും കൂടി ഈ 1 മണി ടൈമിൽ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വല്ലതും വേറെ വല്ലതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ആ ഒരു ഇത് നമുക്ക് പേടിക്കല്ല. അതാണ് ഏറ്റവും വലിയൊരു ഇവിടെ വന്നിട്ട് ഈ രാജ്യത്തിന്റെ പ്രത്യേകത ഏറ്റവും വലുത് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ രാത്രിയാണെങ്കിൽ ഈ നേരത്തെ ഒരു ആണും പെണ്ണുങ്ങളും പറഞ്ഞാൽ അപ്പൊ തന്നെ സദാചാര പോലീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കും. ഭയങ്കര സംശയമായിരിക്കും. പിന്നെ അത് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നല്ല ഒരേ ലെവലിലാണ്. കണ്ടടാ, ഒരേ ലെവലിൽ ഇങ്ങനെ സ്കെയിൽ വെച്ചേക്കണ പോലെയുണ്ട് ശരിക്കും. എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഇനിയും കുറേ നടക്കാനുണ്ട് ശരിക്കും പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇതിലെ ഈ വഴി ഇങ്ങനെ നടന്നിങ്ങനെ പോകണം, ചുറ്റി അപ്പുറത്തോട്ട് പോയാലാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അതുപോലെ തന്നെ ഇതേ നൈറ്റ് കണ്ട ഡെലിവറി ബോയ്സ് ഇപ്പോഴും പാഞ്ഞ് നടക്കണേണ്, വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ മണി ഏകദേശം 1 മണി അടുത്തായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ആ റൗണ്ട് ബോർഡിലോട്ട് പോയിട്ടില്ല. ഇവിടെ ഇന്ന് ജഫലവത്ത് മലയൊക്കെ ശരിക്കും കാണാൻ. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മളത് കാണിച്ചാൽ. പിന്നെ ഇവിടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓരോ വണ്ടി ഇങ്ങനെ പോകുമ്പോഴും പോലീസാണോ എന്നൊക്കെ നോക്കൂട്ടെ. പക്ഷെ ഒന്നും പറയില്ല, കാര്യം നമുക്ക് വിസിറ്റ് വിസയും കാര്യങ്ങളൊക്കെ ഉള്ള പുറത്തിറങ്ങി നടക്കിയാൽ പിടിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് റൗണ്ട് ബോട്ട് നോക്കിയേ, എന്ത് വലിയ റൗണ്ട് ബോട്ടാണെന്ന് പറയുന്നത്. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നോട്ടാ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുള്ള ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ ഒന്നാമത് റൈറ്റും ലെഫ്റ്റും നേരെ തിരിച്ചാണല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ടി വന്ന കാര്യമൊക്കെ നമ്മൾ ചിലപ്പോ ഈ ബസ്സോട്ട് നോക്കുമ്പോ ചെയ്യും. ഇവിടെ നോക്കിയിട്ടല്ല, ഇവിടെ നിന്നാണ് വണ്ടി അങ്ങോട്ട് പോയിക്കണം, ഒരെണ്ണം ഇങ്ങോട്ട്, പിന്നെ അതുപോലെ തന്നെ നേരെ തിരിച്ച്
പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഒരു വളവ് ഒന്നും പറയണ്ട. പിന്നെ അതുമല്ല ഇവിടെ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റും വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവര് മാക്സിമം കണ്ടോ ഈ മരങ്ങളൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് സംരക്ഷിക്കുന്നുണ്ടല്ലോ. മരമൊക്കെ കണ്ട ഇപ്പൊ ഓരോ മരത്തിലും അതുപോലെ തന്നെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട പൈപ്പുകളൊക്കെ ഉണ്ട് വെച്ചാൽ വെള്ളം ശരിക്കും ഇവര് വെള്ളം കൊടുക്കുന്നുണ്ട്, നല്ലോണം കെയർ ചെയ്യാണ്ട് ഇവിടുത്തെ ഓരോ ഇതും അല്ലേ. ഓരോ വൃക്ഷങ്ങളും ഒക്കെ കയറി ഈ പാതരാത്തിൽ നടക്കുമ്പോ എനിക്ക് എന്താണ് തോന്നുന്നത്, എനിക്കെന്താ നാട്ടിൽ ഇതുപോലെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു നാട്ടിൽ ഇതേപോലെ നടക്കാൻ പറ്റില്ലല്ലോ. പോലീസ് അപ്പൊ നോക്കിക്കൊണ്ട് എന്താണ് ഇവിടെ പിന്നെ ആ വക പേടിയ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പോലീസ് കൊടുക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നല്ല സെക്യൂരായിരിക്കും നമ്മൾ ഇവിടെ. ശരിക്കും സെക്യൂർ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റി ഉള്ള ഒരു രാജ്യം കൂടി ഉണ്ട്. കാരണം നമുക്ക് ഏത് പാതിരാത്രി ഇറങ്ങി നടക്കാം. നമ്മുടെ നാട്ടിലുണ്ട് വല്ല മന്ത്രിയാ വല്ല ആരെങ്കിലൊക്കെ വരുമ്പോഴത്തേക്ക് ലൈറ്റ് കെട്ട് കിടക്കുന്ന ലൈറ്റൊക്കെ ഓണാക്കും, പിറ്റേ ദിവസം മുതൽ പിന്നെ ഒന്നും ഓണാവൂല. അത് എന്തായാലും തോന്നുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ഒരെണ്ണം പോലും കത്താതിരിക്കും. ഇതിപ്പോ നമ്മുടെ അടുത്ത വീട്ടിലോട്ട് പോണ ഒരു വഴിയാണ്. റോഡ് ടാർ ചെയ്യും, അതിന് വരുമ്പോ റോഡ് ടാർ ചെയ്യും, അതുവരെ കുഴിയും ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ അവിടെ. പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ കുഴിയും അത് ശരിയാണ്. കട്ടറൊക്കെ കുറവായിരിക്കും. പിന്നെ ഉൾഭാഗത്തോട്ടൊക്കെ ഉണ്ടാവട്ടെ, പക്ഷെ നമ്മള് ഇങ്ങനെ മെയിൻ റോഡുകൾക്കൊന്നും കാണാൻ പറ്റില്ല. കാര്യം ഇവിടെ കണ്ടില്ലേ 80 കിലോമീറ്റർ സ്പീഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ റോഡിനും ഓരോ സ്പീഡ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം, അതിന് മേലെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ പോരുമ്പോൾ ആദർശിനോട് ചൈങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ പറയും ഈ റോട്ടിൽ കയറുമ്പോൾ ഇത്ര സ്പീഡ് ഇത്ര സ്പീഡ്, പിന്നെ ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പൊ ഞാനും ദൈവം എന്തൊരു പങ്കപ്പാടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ന് വെച്ചാൽ സ്പീഡ് ട്രാക്കാണ് കൂടുതലും. അതുതന്നെയാണ് ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇവിടെ കണ്ട ഇവിടെ 80 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടെ ഓടിക്കാൻ പറ്റും. അത്രയും ഇതായിട്ട് കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അത് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വലിച്ചു വാരി വണ്ടി ഓടിക്കാനൊന്നും ഇവിടെ ആ ഒരു പരിപാടി നടക്കില്ല. അപ്പം തന്നെ ക്യാമറ അടിച്ച് നല്ല ഫൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 350-400 ദിർഹംസിൽ കുറഞ്ഞൊന്നും ഫൈൻ വരൂല. അതാണ് മെയിൻ കാരണം. പിന്നെ അതവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇപ്പൊ നൈറ്റ് തുണിക്കടകളാണ് എല്ലാം തുണിക്കടകളുണ്ട്. കൂടുതൽ ഞങ്ങൾ പോയായിരുന്നുണ്ട്, കൂടുതലും മറ്റേ ഈ പർദ്ദ ടൈപ്പില്ലേ അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ നമുക്ക് അറബിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ എന്താ തുണികളുണ്ട്, മീറ്റർ മുറിച്ചിട്ട് നമുക്ക് നൈറ്റ് എന്തെങ്കിലും തയ്ക്കാനുള്ള ആ മോഡൽ തുണികളുള്ള ഒരു കടയുണ്ട്. പിന്നെ എല്ലാം ഉണ്ട്. ഇത്ര 1 മണിയൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ അടച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാടുണ്ട്. ഷോപ്പ് 2 മണി വരെ ഉണ്ട്. ബർഗറിന്റെ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 മണി വരെ ഉണ്ട് കേട്ടോ. വെളുപ്പിന് 2 മണി വരെ, രാവിലെ അതുപോലെ തന്നെ 10 മണിയാകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇതിലേ നടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും. തനിക്ക് അങ്ങോട്ട് പോകണം, വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം, എങ്ങോട്ടെങ്കിലും പോയാൽ മതി. ഉറക്കം വന്നില്ല ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരാതുണ്ട്. നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാം. അതാണ് ഉറക്കവും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സീബ്ര വരകൾ നല്ല കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. നേരത്തെ ഞങ്ങളവിടെ അത് നോക്കിയില്ലായിരുന്നു. അന്നേരം അവിടെ എന്ന് വെച്ചാൽ പനയുടെ അടുത്തോട്ട് പോയി കാണണല്ലേ ഞങ്ങൾ. അത് എവിടെ എന്തെങ്കിലും ഒരു പനയുണ്ടോ ഞങ്ങൾ തൊട്ടടുത്ത് പോയി കാണിച്ചു തരാം. അപ്പൊ ഞാൻ പറയട്ടെ ഒരു ഡൗട്ട്. ഇപ്പൊ ഈ സീബ്ര ലൈൻ അല്ലാതെ നമുക്ക് ഇവിടെ റോട്ടിൽ സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെ നിന്ന് വന്ന ആൾക്ക് അവിടെ നടുക്ക് വെച്ചുള്ള സ്ഥലത്ത് വേണം പോവാൻ, അപ്പുറത്തോട്ട് കിടക്കാൻ. അപ്പൊ അയാൾ ഇവിടം വരെ വന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ട് വേണം പിന്നെ തിരിച്ചിടക്കാന്. ശരിക്കും ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പണിയാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉണ്ട് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുള്ളൂ. ഭയങ്കര ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കിടക്കണ്ട, ഇവിടെ അധികം ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇവിടെ റോഡ് ഇങ്ങനെ പതിയെ ചെറിയ റോഡ് അതിന് ക്രോസ് ചെയ്യാട്ടോ. അതിന് ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി അവിടെ ഒരു ATM സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു കടലാസ് പൂവ് ഉണ്ട്, കടലാസ് പൂവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഈന്തപ്പഴം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് ചെറുത് റോട്ടിലൊക്കെ ഉണ്ടാ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കണം കേട്ടോ. കൊല കുത്തി നോക്കി എക്കത്തിലും പൊടി പിടിച്ചിട്ടുണ്ട്. ഒരു പച്ച പറിച്ച് നോക്കാം നമുക്ക്. ഞാൻ ഒരു പച്ച പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ബിനീഷക്ക് കൊടുത്തു നോക്കാം എങ്ങനെയാണ്. ബിനീഷ പതിയത് ഇവിടെ
ഇതേ വെളുപ്പിനെ റോഡിൽ വന്നിട്ട് ഇതേ ഒരു പൂ പൊട്ടിച്ചിട്ടുണ്ട്. എന്താ കഴിച്ചു നോക്ക്, നല്ലോണം തുടക്കട്ടാ. അതെ തുടക്കണൊക്കെ എന്താണ് ടേസ്റ്റ്? പച്ച ഇത്രയൊക്കെ അടിച്ചിട്ട ആള് ഒരു നാട്ടില് നമ്മള് പേരക്കയും മാങ്ങയൊക്കെ പറിക്കണോ, ഇവിടെ ഈന്തപ്പഴം റോട്ടിലിറങ്ങി പറിക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇത് നോക്കി പൂവൊക്കെ പറിച്ച് നൈസായിട്ട് നിക്കണുണ്ടത് ഇവിടെ. ഇവിടെ ശരിയാണ്, പൂ ഡബിൾ ഷെയ്ഡ്. ഇല്ലില്ല, ഇത് റെഡും ഇതിനകത്ത് കലർന്നിട്ടുണ്ട്. ഇത് വേണ്ട, ഡെലിവറി ബോയ്കൾ പോകണുണ്ടാവും പാവങ്ങൾ. ഇത്രയും വെളുപ്പിനെ ഇരുന്ന് ഓടി പണിയെടുക്കണുണ്ടാവും പാവങ്ങൾ. നാട്ടിലുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വല്ലതും അറിയണ്ട അല്ലടാ, നാട്ടിലുള്ളവർ ഇതൊക്കെ വല്ലതും അറിയണ്ട അവരുടെ കഷ്ടപ്പാട്. ദേവർണം കൂടി ഇവിടെ നിന്ന് പൊട്ടിക്കാൻ പോണിട്ടാ വെളുപ്പിനെ വന്ന് ഇതേ പൂ പൊട്ടിച്ച്. എവിടെ പൂ കാണിക്കാൻ പറഞ്ഞ കാണിക്കാല്ലേ ഇയാള്? ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഈ കൊച്ചിന്റെ. എവിടെ മുള്ളുകൊണ്ട്? അശോ മുള്ളുകൊണ്ടട്ടാ, കൊച്ചിന്റെ കയ്യില് മുള്ളുകൊണ്ട്. അപ്പുറത്തോട്ട് കിടക്കാം. അതിന് പൂവും പിടിച്ച് അധികം നേരം ഇവിടെ നിക്കണ്ട, വീട്ടിലോട്ട് പോവാന്ന് പറയണ. നടക്കണ നോക്കി, എവിടെ നോക്കിയേ ആ പൂ കൊടുത്ത് ചുവട്ടിൽ നോക്കൂ. ചേട്ടില് പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാ, പഴയ ശീലയും ജയഭാരതിയൊക്കെ നിക്കണ പോലെയൊക്കെ. അതാണ് ചെമ്പരത്തി പൂവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ടായനെ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഇനി ഞങ്ങൾ പതിയെ ഒന്ന് വീട്ടിലോട്ട് പോകാൻ പോണേണ്. ഇനിയും നടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഉറക്കം കിട്ടിയാ ഉറങ്ങും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കണം അല്ലേ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വന്നവരെ